എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സമയം 9:13/13/8/2025 പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വ്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണികളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കണമല്ലോ. വ്യൂസും ഒക്കെ വരുന്നുണ്ട്. ആളുകൾ എന്താ പറയണ്ടേ, തിരിച്ചറിഞ്ഞാൽ നല്ലത്. കാരണം അടുത്ത ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കോളും ടിപ്പും എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. പോകാം വീഡിയോയിലേക്ക്. മാർക്കറ്റ് ഏകദേശം പ്ലസ് വരും എന്നാണ് താൽക്കാലികമായിട്ടുള്ളൊരു അപ്സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഞാൻ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത്. കാരണം 24,600 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ്. അവിടെ വന്ന് ഹിറ്റ് ചെയ്ത് തിരിച്ച് താഴത്തോട്ട് പോകുമോ അതോ 24,630 വരുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്കൊരു താൽക്കാലികമായിട്ടൊരു ഡൗട്ടുള്ളത്. അപ്പോൾ നിൽക്കുന്ന ഈ മൂവ്മെൻറ്റ് തിരിച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു 590, 600 10 പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉള്ളൂ. എങ്കിലും നോക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ 24,550 അതേപോലെ തന്നെ ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ് 24,568, 550 ഈ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ 24,525 ഇട്ടായിരിക്കും മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഡൗണിലേക്ക് വന്നാൽ തൽക്കാലം RSI ഇപ്പോൾ നോക്കുവാണെങ്കിൽ 15 മിനിറ്റ്സിൽ RSI ഓൾമോസ്റ്റ് 2 ക്രോസ് ഓവർ കഴിഞ്ഞ് താഴെയാണ് നിൽക്കുന്നത്. ഇത് കണ്ടു, ഇവിടെ ഇതേപോലെ തന്നെയാണ്. 2 ക്രോസ് ഓവർ കഴിഞ്ഞിട്ടുള്ള ക്രോസ് ഓവറിൽ ന്യായമായിട്ടുള്ള മൂവ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇന്ന് കിട്ടുമോ കിട്ടാതിരിക്കുമോ സെക്കൻഡറി. അപ്പം ആ ക്രോസ് ഓവർ ഏത് നിമിഷം മുകളിലോട്ട് കയറാം. അപ്പം ഒരു ഹൈ പിയിലേക്ക് ഇനി മൂവ് വരികയാണെങ്കിൽ തന്നെ ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും പിയിലേക്ക് വരുന്നത്. പിയിലേക്ക് മൂവ് വന്നാൽ ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും പിയിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. കാരണം RSI മേളിലോട്ട് പോകുമ്പോൾ മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷന് ഭയങ്കര വോളിയം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അഡീഷണൽ ലെവല് ഒറ്റയടിക്കൊന്നുമല്ല, ഇവിടെയൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴത്തോട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് 24,475 ആണ്. അല്ല, ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി 24,524, സെക്കൻഡ് 24,505, തേർഡ് 24,495, ഫോർത്ത് 24,475. ഇതൊക്കെയാണ് താഴത്തേക്കുള്ള എൻ്റെ ലെവൽസുകൾ. കാരണം ഇവിടെയൊക്കെ കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ലോട്ട് കൂട്ടി സ്കാൽപ്പ് ചെയ്തെടുക്കലാണ് ആദ്യത്തെ പ്രയോറിറ്റി. ദെൻ ഒരു പർട്ടിക്കുലർ ഏരിയ കഴിയുമ്പോൾ മെജോറിറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്ത് അവിടെ ഇട്ടേക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നിലവിൽ ഈ റെക്ടാങ്കിൾ ബോക്സിന് മുകളിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം റെസിസ്റ്റൻ്റ് വരാനുള്ളത് 24,590 ആണെങ്കിലും അതിനെ ഞാൻ താൽക്കാലികമായിട്ട് വക വെക്കുന്നില്ല. ഞാൻ തൽക്കാലം ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ ഫസ്റ്റ് 24,605, സെക്കൻഡ് 24,635. ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു വ്യൂ ആയിട്ട് കാണുന്നത്. അത് 24,590 മുകളിലോട്ട് പോകണം. 24 ഈ ഒരു റെക്ടാങ്കിൾ ബോക്സിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത്
24,590 മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണ് അതിന് വാല്യൂ ഉള്ളത്. അപ്പോൾ തൽക്കാലം നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ 15 മിനിറ്റ്സിൽ RSI ഡൗൺ ആണ്, മുകളിലോട്ട് കയറുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും, കാത്തിരിക്കും ക്ഷമയോടുകൂടി. 30 മിനിറ്റിലും RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ആ മടക്ക് ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് ഹൈ വോളിയത്തിൻ്റെ മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. 1 അവറിലും RSI താഴത്തോട്ട് SMA സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുകയാണ്. 4 അവറിൽ അത്യാവശ്യം ക്രോസ് ഓവർ കഴിഞ്ഞ് നിൽക്കുകയാണ്. അതായത് ഇൻഡിസിഷൻ ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കറക്റ്റായിട്ടുള്ള എല്ലാം ഈ ക്രോസ് ഓവറിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. 5 മിനിറ്റിലും RSI അപ്പർ സൈഡിലേക്കാണ് ക്രോസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിയിലേക്കാണെങ്കിൽ ഹൈ വോളിയം ആയിരിക്കും. സ്കാൽപ്പിംഗ് നോക്കാനായിട്ടാണ് ഉദ്ദേശം. ലോങ് ഹോൾഡിങ് ഞാൻ എന്തായാലും സിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് ഇന്നത്തെ പ്ലാൻ എ ആട്ടോ. ഇങ്ങനൊരു പ്ലാൻ തയ്യാറാക്കി വെക്കും. മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നിലവിലുള്ള പ്ലാൻ കിറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 സൈഡും ലെവലുകൾ നോട്ട് ചെയ്ത് വെച്ചാലാണ് പ്ലാൻ അതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിലവിൽ മാർക്കറ്റ് എന്താ പറയണ്ടേ, 98 പോയിന്റ് വരെ പോയി കേട്ടോ. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. 98, ഞാനൊരു 25 പോയിൻ്റൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ലെവലിൽ നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 98 പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പായിരിക്കണേ. പക്ഷേ സ്ട്രൈക്കിൽ അത്ര വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അങ്ങനെയായിരുന്നു. 200 പോയിൻ്റൊക്കെ കാണിച്ചിട്ട് 30 പോയിൻ്റ് 25 പോയിൻ്റൊക്കെയാണ് അപ്പായത്. അപ്പോൾ അത്രയും ലെവലുകൾ വെച്ചിരിക്കുന്ന കാരണം ഞാൻ ഒരു ലെവലും കൂടെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അഡീഷണൽ. 24,690 അതേപോലെ തന്നെ 24,730 അതാണ് മേജറായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു ലെവൽ. 5 മിനിറ്റും 15 മിനിറ്റ്സും RSI ഒക്കെ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ 30 മിനിറ്റും കൂടെ കർവായി കിട്ടിക്കഴിഞ്ഞാൽ നല്ല മൂവ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് 24,634 വന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ നിന്ന് എല്ലാം കൂടെ അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഹൈ വോളിയം മേളിലോട്ട് കിട്ടുമെന്നാണ് നോക്കുന്നത്. ഞാൻ ലോങ് ഹോൾഡിങ് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഒരു 25 പോയിൻ്റൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ബട്ട് അസ്ഥാനത്താക്കിക്കൊണ്ട് 100 പോയിൻ്റ് ആക്കി കളഞ്ഞു. അത് മാർക്കറ്റ് സ്ഥിരം പരിപാടിയാണ്. കോമൺ ആയിട്ട് എല്ലാവരും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, 100 പോയിൻ്റൊക്കെ ആ പ്രതീക്ഷ അസ്ഥാനത്താക്കുന്നത് സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് നമ്മളത് ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് വന്നിട്ട് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ്. 24,400 സി ആണ്. അപ്പോൾ അതിന് 340, 252, 269, 292, 340 എൻ്റെ ടാർഗറ്റ് ലെവലുകൾ. അതേപോലെ പിയിൽ 24 മാർക്കറ്റ് ഇപ്പോൾ എന്തായാലും 100 പോയിൻ്റ് അപ്പൊക്കെ ആയ സ്ഥിതിക്ക് ഒരു 50 പോയിൻ്റൊക്കെ കൂട്ടിയാൽ മതി. 270, 69 മുകളിലോട്ട് മാർക്കറ്റ് 275 മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിനെ ഒന്ന് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ സേഫ് പൊസിഷൻ 292 ആയിരിക്കും. പിന്നെ ഉള്ളത് 340, പിന്നെ ഉള്ളത് പീക്ക് ലെവലാണ് 396 പിയിൽ നിലവിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന 24,600 പി ആണ്. അതെന്തായാലും 100 പോയിൻ്റ് ഡൗൺ ആകുമ്പോഴത്തേക്കും ഏകദേശം വരാനുള്ളത് 120 ഭാഗത്തേക്കൊക്കെ ഡൗൺ ആവുമായിരിക്കും. പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വരുന്ന മൂവ്മെൻറ്റ് നോക്കിയിട്ട് സ്ട്രൈക്ക് വേണമെങ്കിൽ മാറ്റി പിടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ. അപ്പോൾ സ്ട്രൈക്ക് പിയുടെ സ്ട്രൈക്ക് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി മാറ്റി പിടിക്കാൻ പറ്റുന്നത് 326, 256, 24,700 പിടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. 24,700 പി ആണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് 256, 50 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 200, 180, 200 റേഞ്ചിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് വന്നിട്ട് ഇപ്പോൾ ഓപ്പൺ ആവാനായിട്ട് പോകുന്ന ഒരു പ്രതീക്ഷയാണ്. ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ റെക്ടാങ്കിൾ ബോക്സിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ റെക്ടാങ്കിൾ ബോക്സിൻ്റെ അപ്പർ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 199 ആണ്. 199 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ 215, 240, അതേപോലെ 305 ഇതൊക്കെ ആയിരിക്കും എൻ്റെ പിയുടെ ലെവലുകൾ. ഇതൊക്കെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്.
സിയിൽ 229 തന്നെയാണ് തൽക്കാലം നിൽക്കുന്നത്. പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് ഹൈ വോളിയത്തിൽ പോവുകയാണെങ്കിൽ ക്വിക്കായിട്ട് സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം സിയിൽ സെലക്ട് ചെയ്താലും ഒരു 24,400-ൻ്റെയൊക്കെയാണ് സെലക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. അത് ആ സമയത്ത് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ്, വോളിയം കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അത് ഓപ്പൺ ചെയ്തിട്ടേ ഞാൻ തീരുമാനിക്കത്തുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ, ബാക്കി ലൈവിൽ നോക്കാം. അപ്പോൾ വ്യൂസ് ഇതേപോലത്തെ പ്രീ മാർക്കറ്റ് വ്യൂസ് ഇപ്പം തന്നെ 9:13 ഇനി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുമ്പോൾ ഒരുപാട് സമയം പോക്കാം. അപ്പോൾ അത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് അപ്ലോഡ് ചെയ്യുന്ന എനിക്കൊരു ഗ്രൂപ്പുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നേരിട്ട് വിളിച്ചിട്ട് ലിങ്ക് ചോദിച്ചാൽ നല്ലതായിരുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, മാർക്കറ്റ് ആദ്യത്തെ 292 ഭാഗത്തേക്ക് ഒന്ന് പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് അഗെയിൻ വരാൻ ചാൻസ് ഉണ്ട്. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ്. അത് അഗെയിൻ അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 284 ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അഗെയിൻ മുകളിലോട്ട് മൂവ് ചെയ്യാനായിട്ടുണ്ട്. അതിൻ്റെ ടാർഗറ്റ് 300 വരെ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ സി തന്നെയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. 265 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഞാനത് ഡൗൺ ആയി എന്നുള്ള രീതിയിലേക്ക് പോകത്തുള്ളൂ. ഞാൻ എടുത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടാർഗറ്റ് 300 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തിക്കുക എന്നുള്ളതാണ്. ഇൻ കേസ് 286-ലാണ് എൻട്രി. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഞാൻ കാണുന്നത് 270 ആണ്. 10-18 പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസുകൾ കിട്ടിക്കഴിഞ്ഞാൽ 300 വരെ കിട്ടണം. കാരണം RSI ഓൾറെഡി അപ്പർ സൈഡിലേക്ക് റീക്രോസ് ഓവർ 15 മിനിറ്റിൻ്റെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് 300 ഭാഗത്തേക്ക് എക്സ്പാൻഷൻ വന്നിട്ട് ഞാൻ 300 ഭാഗത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. അവിടെ ആലോചനയും പിടുത്തമൊന്നുമില്ല, തോന്നിയോ അപ്പം അങ്ങ് എടുത്തേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 98, 99, 300, 300. അപ്പോൾ രാവിലത്തെ പരിപാടി ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. അത് 305-ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 305-ൽ വരുമ്പോൾ എന്ത് ചെയ്യും? അതിനകത്ത് ഇപ്പോൾ ഒരു 3 ലോട്ടാണോ, 2 എണ്ണം കൊടുക്കാം. ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടൽ എന്തായാലും നടക്കില്ല. ഇനി അവിടെ വലിയ ഫ്ലക്ച്വേഷൻസേ മാർക്കറ്റിൽ വരത്തുള്ളൂ. അതിനുശേഷം 305 ബ്രേക്ക് ചെയ്താൽ 340 പോണെങ്കിൽ പോട്ടെ. 24,655 കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. 24,655-ൽ 305-ലേക്ക് ലെവൽസ് എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. 86, 4, 90, 100, 14 പോയിന്റ് ലോട്ട് കൂട്ടിയിട്ടുള്ള സ്കാൽപ്പിംഗ് ആണെങ്കിൽ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഈസി ആയിട്ട് ഡണ്ണാണ്. ഞാൻ ജസ്റ്റ് ഇത് 5 മിനിറ്റിലേക്ക് ഒന്ന് മാറ്റുകയാണ്. 5 മിനിറ്റിൽ ഒരു ഡബിൾ റെസിസ്റ്റൻറ്റ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 5 മിനിറ്റിൽ ഇവിടെ റെക്ടാങ്കിൾ ബോക്സിൻ്റെ ചോട്ടിൽ വൈറ്റ് ഡോട്ടിൽ നിന്ന് സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ലോക്ക് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. 5 മിനിറ്റിൽ SMA താഴെ നിൽപ്പുണ്ട്. ഏതാ സിയുടെ SMA 5 മിനിറ്റിൽ താഴെ നിൽപ്പുണ്ട്. അപ്പം 305 പോയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് SMAയിലേക്ക് ഒരു ഡൗൺ വരാൻ ചാൻസ് ഉണ്ട്. ഈ RSI ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ഒരു റിവേഴ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആ സ്കാൽപ്പിങ് ഈസി ആയിട്ട് എടുക്കുക. ദെൻ അടുത്ത ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതാണ് 5 മിനിറ്റിലേക്ക് മാറ്റിയത്. 200-ന് മുകളിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ 212-ലേക്കുള്ള ഒരു മൂവും കൂടെ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. ക്വിക്കായിട്ട് 5 മിനിറ്റിലേക്ക് മാറ്റിയതിൻ്റെ റീസൺ അതാണ്. 15 മിനിറ്റ്സിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ SMAയിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരണം. അങ്ങനെ സപ്പോർട്ട് എടുക്കാൻ വരുമ്പോൾ ഈ 200-ൽ നിന്നുള്ള എൻട്രി 212 വരെ കിട്ടണം. കാരണം SMA മുകളിലുണ്ട്, 212-ലേക്ക് നിൽക്കുന്നുണ്ട്. 5 മിനിറ്റിൽ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ അർത്ഥം RSI ഇതുവരെ റെഡിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ്, ആ ഒരൊറ്റ മൂവ്മെൻറ്റ് മതി. 2 ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് മതി 212-ലേക്ക് മാർക്കറ്റ് എത്താൻ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ക്വിക്കായിട്ട് പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ റീസൺ. ഈ 5 മിനിറ്റിൻ്റെ RSIയിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് 15 മിനിറ്റ്സ് മാറ്റിയിട്ട് ക്വിക്കായിട്ടൊരു തീരുമാനം എടുത്തുകൊണ്ട് പിയുടെ ആ ഒരു റെക്ടാങ്കിൾ ബോക്സിന് പുറത്തേക്കുള്ള മൂവിൻ്റെ പുറകെ പോയത്. ഓക്കെ,
200 മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് 212 വരെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തത്. അത് ഓൾമോസ്റ്റ് 211.55 വരെ വന്നിട്ടുണ്ട്. അതിനർത്ഥം 212 ഇനിയും ടച്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് എന്നാണ്. താഴത്തോട്ട് പോയ അപ്പ് എക്സിറ്റ് ആണ്. അല്ലാത്ത പക്ഷം 215 വരെ ഞാൻ കൊണ്ടുപോകാൻ നോക്കും. സിയുടെ SMA മുട്ടുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. 11, 13, 14 വരെയല്ലേ വന്നുള്ളൂ. അപ്പോൾ പോരല്ലോ, 16 എത്തണ്ടേ. ഈ ക്യാൻഡില് റെഡ് ക്യാൻഡിൽ വീക്കാണ്. അത് ഗ്രീൻ ആയി കഴിഞ്ഞാൽ ഒരു തവണ കൂടി 214 മാർക്കറ്റ് മൂവ് ചെയ്യും. അത് ഗ്രീൻ ആയി കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. കാരണം സിയുടെ ഈ ഒരു ക്യാൻഡില് SMA മുട്ടുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിയുടെ മൂവ്മെൻറ്റ് എവിടം വരെ മൂവ് ആകും എന്നുള്ള കാര്യത്തിൻ്റെ പ്രസക്തി. ഓക്കെ, 215, 217 ഇനിയും പോട്ടെ. ഇവിടെ ചെറിയൊരു തടസ്സമുണ്ട്. ഏതിലാ? 265 സിയിൽ ചെറിയൊരു തടസ്സമുണ്ട്. അപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ താഴത്തോട്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അത് വീക്കാണ്. ആ ക്യാൻഡിൽ അത് ഗ്രീൻ ആകും. ആ ക്യാൻഡിൽ മാത്രം ഫോക്കസ് ചെയ്ത 200 നിന്ന് 219 വരെ സിംഗിൾ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് 19 പോയിൻ്റാണ്. പിയിലേക്ക് മാക്സിമം സ്കാൽപ്പിങ്, സിയിലേക്ക് ലോങ് ഹോൾഡിങ്. കാരണം 5 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡിലേക്ക് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് SMA മുട്ടാൻ വേണ്ടിയിട്ടാണ് പി പോയത്. 297 കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെജോറിറ്റി 100% അടുത്ത് ഞാൻ 322 അടുത്ത ഫോക്കസ് ചെയ്യാൻ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഞാൻ എടുത്താലും അത് ആവറേജിങ്ങിലേക്ക് എടുക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ഏകദേശം ലോങ് ഡ്രൈവ് ഒക്കെ നോക്കാൻ സമയമായി. കാരണം 15 മിനിറ്റ്സിൻ്റെ RSI ക്രോസ് ഓവറായി, 5 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡായി, 30 മിനിറ്റിൽ ഡൈവർജൻസ് വരുന്നുണ്ട്. ആകെയുള്ള അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ SMA ടാലി ആയിട്ടില്ല എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. എൻ്റെ ടാർഗറ്റ് 295 എൻ്റെ എൻട്രി. എൻ്റെ ടാർഗറ്റ് 322. 2 ലോട്ടിൽ ഒരെണ്ണം 322 കൊടുക്കും. എന്നിട്ട് ഒരെണ്ണം 296, 297 സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കും. നേരെ മറിച്ച് ഇത് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഞാൻ 234 ഭാഗത്ത് വരികയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ആവറേജ് ചെയ്യും. ഇവിടെ 295 എടുത്തത് 302 നിൽക്കുന്നത്. 7 പോയിൻ്റാണ്. 2 ലോട്ടാണോ? അത് മാക്സിമം ടെയിൽ ചെയ്ത് വെച്ചേക്കുക. കാരണം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസക്തി ഇല്ല. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതിനാണ് പ്രസക്തി. കാരണം എന്താണെന്ന് വെച്ചാൽ SMA താഴെയുണ്ട്, ഇപ്പുറത്തെ SMA മേളിലുണ്ട്. ഇപ്പോൾ ഈ SMA ഒക്കെ ടാലി ആവാനായിട്ട് മാക്സിമം ശ്രമിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് ഗ്രീനായി പോയെന്ന് വെച്ചിട്ട് ഏത് നിമിഷം ഒറ്റയടി താഴത്തോട്ട് അടിക്കാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് സി ആവറേജിങ് പൊസിഷനിൽ എടുത്തതിൻ്റെ റീസൺ ഏത് നിമിഷവും മാർക്കറ്റ് താഴത്തോട്ടൊക്കെ അടിക്കാം. ഇപ്പോൾ 1 ലോട്ടൊക്കെയാണ് എടുക്കുന്ന വ്യക്തി എന്നുണ്ടെങ്കിൽ മാക്സിമം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആവറേജിങ് കൺസെപ്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സമയത്ത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം SMA താഴെയൊക്കെ നിൽക്കുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എപ്പോൾ വേണമെങ്കിലും ടാലി ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം 322 ആദ്യത്തെ ഒരു ട്രിഗർ ഏരിയ ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനിടക്ക് ഒരു ഹിഡൻ ഏരിയ കൂടെ മാർക്കറ്റിൽ നിൽപ്പുണ്ട്, 313. ഏത് നിമിഷം ഒരു ക്വിക്ക് ഫാള് താഴത്തേക്ക് വരാം, ഒരു ബിഗ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ് അതും കൂടെ പറഞ്ഞു തരാം. ഇൻ കേസ് ഞാനിത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ ടാർഗറ്റ് 313, 322 ആണ്. ഇൻ കേസ് ഇത് താഴത്തോട്ട് ഒരു ഒറ്റടി അടിച്ച് SMA വന്നാൽ, മേ ബി വന്നാൽ 210 മുകളിലോട്ടുള്ള മൂവ് 229 വരെ മൾട്ടിപ്പിൾ ലോട്ടിൽ ഞാൻ സ്കാൽപ്പ് ചെയ്യും. 210 മുകളിലോട്ട് പോയാൽ മാത്രം സി ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ട് PE 210 മുകളിലോട്ട് മൂവ് ചെയ്താൽ 229 ഇട്ട് കൊണ്ടുപോയി ടാർഗറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ എന്താ, ഈ ലോസ് എനിക്ക് ഇപ്പുറത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് താഴത്തോട്ട് പോയാലും എനിക്ക് പേടിയില്ല. കാരണം ഓപ്പോസിറ്റ് ഒരു പ്ലാൻ ബി തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. 295, 305 10 പോയിൻ്റ് ഓൾമോസ്റ്റ് റൈഡ് ആയിട്ടുണ്ട്. ഏതാ സി ധൈര്യത്തോടു കൂടി എടുത്തു. 10 പോയിൻ്റ് 11 പോയിൻ്റ് റൈഡായിട്ട് നിൽക്കുകയാണ്. 312 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, 315 ഹിറ്റ് ചെയ്തു.
ആദ്യത്തെ ഹിഡൻ ഏരിയ ഇനിയുള്ളത് 322. 101% ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലാണ് 322. അതിൽ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് 313 അഡീഷണൽ ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചതിൻ്റെ റീസൺ. 317 5 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സേഫ് സോണാണ്. അവിടെ മെജോറിറ്റി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും മെജോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 295 എൻട്രി, 315 വരെ പോയിട്ടുണ്ട്. 345 അടുത്ത 101% ഹിറ്റാവാനായിട്ടുള്ള അടുത്ത ഏരിയ 345. എപ്പാ 322 കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ. ഈ 322 എന്നുള്ളത് ഇപ്പം മുട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ പറയുന്ന പോലെ 3:30 ആകുമ്പോഴത്തേക്കും മുട്ടിയാലും മതി. എനിക്ക് യാതൊരുവിധ തിരക്കുമില്ല. കാരണം 30 മിനിറ്റിൽ ക്രോസ് ഓവർ, 15 മിനിറ്റ്സിൽ ക്രോസ് ഓവർ, 5 മിനിറ്റിൽ ക്രോസ് ഓവർ, ഇതൊക്കെ സിക്ക് അനുകൂലമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒന്ന് താഴത്തോട്ട് പോകണോ, നേരെ ഇത് താഴത്തോട്ട് പോയി SMA മുട്ടണമെന്നില്ല. ഈ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ SMA മേളിലോട്ട് വരുമ്പോഴത്തേക്കും താഴത്തോട്ട് പോയി മുട്ടിയാലും മതി. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് 322 എന്നുള്ളത് എന്നെ സംബന്ധിച്ച് 101% ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവലാണ്. അതേപോലെ 345ഉം 101% പ്രതീക്ഷിക്കുന്ന ലെവലാണ്. ഈ 101% പ്രതീക്ഷയിൽ 322 101 ഈസ് ഈക്വൽ ടു 101. 345 എന്നുള്ളത് 101 50%. രണ്ടാമത്തെ 101 അത്രേ ഉള്ളൂ. ആദ്യത്തെ 322 101% എനിക്ക് ഉറപ്പുണ്ട്. അത് 3:30 ആകുമ്പോഴാണെങ്കിലും 322 എത്തും എന്നുള്ളത് 101% ഉറപ്പാണ്. ബട്ട് 345 എന്നുള്ളത് 101% എത്തും എന്നുള്ള ഉറപ്പാണ്. അത് ഇന്നെത്തോ എന്നുള്ളതിന് 50% ചാൻസ് ഉള്ളൂ എന്നുള്ളൂ. അപ്പം മുട്ടിയില്ല 319 320.40. 322 എന്ന് പറയുമ്പോൾ ഏകദേശം അക്യുറസി ആയിട്ട് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഏരിയ തന്നെയാണ് 322 എന്നുള്ളത്. പക്ഷേ തൽക്കാലം 320.40 വരെ വന്നിട്ടുള്ളൂ. ഒരേ ഒരു വിക്ക് കൂടെ അടിച്ചിട്ട് ഈ ഒരു ടാർഗറ്റ് കൃത്യമായിട്ട് മുട്ടിച്ച് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചാർട്ടിനെ ഞാൻ 100% വിശ്വസിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ഞാൻ വിശ്വസിച്ചില്ല പിന്നെ ഈ ചാർട്ടിനെ ആര് വിശ്വസിക്കാനാണല്ലേ. 321, 321.25, 323. ഓക്കെ, ടാർഗറ്റ് മാർക്കറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയിലാണ് എടുത്തേ? 290 മൈനസ് 322 32 പോയിന്റ്. 345 50%, 100% 345 50% എത്താനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ പോണത്. ഈ പോണതിനൊന്നും ഇനി അത്ര വലിയ വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് 345 50% പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഒരു 297 എന്നുള്ള ഭാഗത്തേക്ക് ഞാൻ തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതെ, RSIയിൽ ഡൈവർജൻസ് വന്നിട്ടുണ്ട്. അതിനർത്ഥം അലർട്ട് ആയിക്കോ. ഞാൻ മേ ബി ഒറ്റയടിക്ക് 345 ഇട്ട് മേ ബി പോയേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു താഴത്തോട്ട് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് താഴത്തുനിന്ന് ക്യാൻഡിലുകൾ പോയിരിക്കണേ. RSIയിൽ ഒരു അലർട്ടും വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് മാക്സിമം ലോക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണത്. പിന്നെ രണ്ടാമത് ഈ 2 ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. അപ്പം അങ്ങോട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ താഴത്തോട്ട് പോയിരിക്കണേ. RSIയിൽ ഡൈവർജൻസ് വരുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 197 210 SMA വരെയൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് കറക്റ്റ് എൻട്രി, കറക്റ്റ് എക്സിറ്റ്, അനദർ മൂവ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ആവറേജിങ് പൊസിഷൻ ആണെങ്കിലേ ഗുണമുള്ളൂ. കാരണം അത് താഴത്തോട്ട് വന്നാൽ 154 വരെയൊക്കെ വരാം. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ വന്നാൽ മാത്രമാണ് ആവറേജിങ്ങിന് സ്കോപ്പ് ഉള്ളൂ. അല്ലാത്ത പക്ഷം 197 210 SMA. ഓക്കെ, പിയുടെ RSI ഓൾറെഡി ഗ്രീനിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലക്ച്വേഷന് ശേഷം മാർക്കറ്റ് 195 200 199.74 SMAയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്.
ഇതിനിടക്ക് പലതവണ റെഡ് ഗ്രീൻ മാറി മാറി വന്നിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ വരുമായിരിക്കും. 170ക്ക് താഴത്തോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ വരുമായിരിക്കും. അതിനുശേഷം മാർക്കറ്റ് 200 ഭാഗത്തേക്ക് പോകും. പോയേ പറ്റത്തുള്ളൂ. കാരണം ആ രീതിയിലാണ് ക്യാൻഡിലുകൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ക്യാൻഡിലുകളെ പറ്റി അറിയാനായിട്ട് ശ്രമിക്കുക. ആ ക്യാൻഡിലുകൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്യാൻഡിൽ ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് അതേ സ്ഥലത്തേക്ക് ക്യാൻഡിലുകൾ പോകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എവിടെ നിന്ന് മാർക്കറ്റ് പോകും, എവിടം വരെ പോയിട്ട് തിരിച്ചു പോകും, ഏത് പോയിന്റ് ചെന്നിട്ട് തിരിച്ചു പോകും എന്നറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടും വെച്ചിട്ട് എല്ലാം കൂടെ മിങ്കിൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കൺഫർമേഷൻസ് എടുത്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ചുമ്മാ ഒരു ക്യാൻഡിൽ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ക്യാൻഡിൽ അങ്ങോട്ട് തിരിച്ചു പോകണമെന്നില്ല. ക്യാൻഡിലുകൾ എപ്പോൾ പോകും, എങ്ങനെ പോകും എന്ന് അറിയണം. അപ്പോൾ ക്യാൻഡിലുകൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. ബാക്കി ആളുകളുടെ കൺഫർമേഷൻസ് അനുസരിച്ചിട്ട് ബാക്കി ഓരോ ദിക്സൂചിക ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ എന്ത് ഡൗണിട്ട് പോയാലും ശരി, എനിക്കത് 195 199 200 ഭാഗത്തേക്ക് പോകണം. അല്ലാതെ ഈ ട്രേഡിൽ അറ്റ്ലീസ്റ്റ് SMA എങ്കിലും ടച്ച് ചെയ്യണം. അല്ലാതെ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ മാർക്കറ്റ് SMA ടച്ച് ചെയ്തു. മാർക്കറ്റ് 196 വരെ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും ട്രേഡ് ചെയ്യാം. ഓൾറെഡി 322 എത്തിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ക്യാൻഡിലുകൾ കറക്റ്റായിട്ട് താഴത്തോട്ട് വരും. വളരെ സേഫ് ആയിട്ടുള്ള സോണാണ്. അതനുസരിച്ചിട്ട് 170 എന്നുള്ള എൻട്രി 24 പോയിൻ്റാണ് മാർക്കറ്റിൽ റീച്ച് ചെയ്ത് നിൽക്കുന്നത്. എങ്ങനെ ഇത് ഒന്നും കൂടെ അക്യുറസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളത് ഈ ഒരു ചാർട്ടിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് മേളിലോട്ട് 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ പോയി. ഈ ഒരു ക്യാൻഡിൽ വീക്കായിരുന്നു. SMA ബ്രേക്ക് ചെയ്തു. വീണ്ടും SMA സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നു. 30 മിനിറ്റ് റെഡിലേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. അതേപോലെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ ഈ ഒരു ക്യാൻഡിൽ വീക്കായിരുന്നു. ഇന്നലത്തെ പോലെ തന്നെ മാർക്കറ്റ് മേളിലോട്ട് പോയിട്ട് തിരിച്ച് താഴത്തോട്ട് വന്നു. 24,637 640 ടച്ച് ചെയ്തു. 5 മിനിറ്റിലോ മാർക്കറ്റ് മുകളിലായിട്ട് പോയപ്പോഴത്തേക്കും ഈ ഒരു ക്യാൻഡിൽ വീക്കാണ്. RSI ക്രോസ് ഓവർ കിട്ടി താഴത്തോട്ട് വന്നു. SMA സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എത്ര കൃത്യമായിട്ടാണ് നമ്മൾ വായിച്ചെടുത്തതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. 195 200 വരെ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഞാൻ 195 പറഞ്ഞത്. ഏകദേശം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. 200 വരെ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ SMA മാർക്കറ്റ് ടച്ച് ചെയ്തു. 15 മിനിറ്റ്സിൽ SMA ടച്ച് ചെയ്തു. 30 മിനിറ്റിൽ SMA ടച്ച് ചെയ്തു. 5 മിനിറ്റിൽ അതിൻ്റെ താഴെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഒരു ചാർട്ടിൻ്റെ അക്യുറസി എങ്ങനെ മനസ്സിലാക്കി പറഞ്ഞു തരാൻ പറ്റും എന്നെനിക്കറിയില്ല. 200 മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് എത്ര മേളിലോട്ട് പോയാലും ഏത് സമയവും മാർക്കറ്റ് തിരിച്ച് SMA ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഇനിയിപ്പോൾ എന്ത് പറയാനാ, ബാക്കി പറയാനുള്ളത് പുറകെ പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ പറയാനുള്ളത്, ഇനിയും ഈ ചാർട്ടൊക്കെ പഠിക്കണം എന്നുള്ള ആളുകൾക്ക് പഠിക്കാം, മനസ്സിലാക്കാം, ഒരുമിച്ച് കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ചെയ്യാം. നോക്കിയേ, കറക്റ്റ് എൻട്രി കറക്റ്റ് എക്സിറ്റ്, കറക്റ്റ് എൻട്രി കറക്റ്റ് എക്സിറ്റ്. അതേപോലെ രാവിലത്തെ സ്കാൽപ്പിങ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സിംഗിൾ ലോട്ടിലാണെങ്കിലും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ. ഇതിൽ കൂടുതൽ ഇനി എന്ത് പറഞ്ഞ് തെളിയിച്ച് തരാനായിട്ടാണ് എന്ന് എനിക്കറിയില്ല. പിന്നെ മെജോറിറ്റി ആളുകൾക്കും PNL ആണ് കാണേണ്ടത്. ഇത്ര കൃത്യമായിട്ട് വ്യൂ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമില്ല. അപ്പം ഇനിയും മടിച്ചു നിൽക്കുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഇയർ ലൈവിൽ എൻ്റെ പ്ലാനിങ് നിങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണ്. 1 ഇയർ കൂടെ ഇരുന്ന് നിങ്ങളുടേതായ സമയം നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ലോകത്തുള്ള എല്ലാ ട്രേഡറെയും എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. എനിക്ക് അതിനുള്ള സമയവും കുറവാണ്. പക്ഷേ കുറച്ച് മലയാളി ലോസ് ട്രേഡേഴ്സിന്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അവർ ഏകദേശമൊക്കെ എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യണം, ഇത് എനിക്ക്
പഠിപ്പിച്ചു തരാനായിട്ട് പറ്റും. ട്രേഡിംഗ് ഒന്നും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഈ ചാർട്ട് റീഡിങ് കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിന് ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാവുക എന്നുള്ളതല്ലാതെ എനിക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഇത് ക്യാപ്സൂൾ പരുവത്തിലൊന്നും എനിക്ക് നിങ്ങൾക്ക് തന്ന് വിടാനായിട്ടൊന്നും പറ്റത്തില്ല. എനിവേ ഇന്നത്തെ എൻ്റെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ, നാളെ ഞാനില്ല. അതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും എല്ലാവർക്കും നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടൊരു പുതുവത്സര ആശംസകളും നേരുന്നു. കാരണം ഇനി ചിങ്ങത്തിലുള്ളൂ, ഈ മലയാള വർഷം കഴിയുകയാണ്. എല്ലാവർക്കും ഈ ഓണം കഴിഞ്ഞിട്ട് അടുത്ത ഓണത്തിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനൊക്കെ ആയിട്ട് സാധിക്കട്ടെ. മാറി ചിന്തിച്ചാലേ മാറ്റങ്ങൾ ഉണ്ടാവൂ എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.